ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഡെസേർട്ട് സഫാരിക്കാണ്. നമുക്കറിയാം, ദുബായിലൊക്കെ പോയി കഴിഞ്ഞെന്നാൽ അല്ലെങ്കിൽ അബുദാബിയിലൊക്കെ പോയി കഴിഞ്ഞെന്നാൽ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് ഡെസേർട്ട് സഫാരി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യാത്ര അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അബുദാബിയിലുള്ള ഒരു സ്ഥലത്താണ് ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റപ്പോൾ വളരെ ലേറ്റായി. അപ്പോൾ ഇപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചു. ലഞ്ച് ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ ഇതാ ഇവിടെ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ കൂടെ. നല്ല അടിപൊളിയായിട്ട് അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇപ്പം എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ അനീത്തിയുടെ മക്കളൊക്കെ ആണെങ്കിലും അവരൊരു വർഷത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ചേട്ടത്തി അനീത്തിയുടെ മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമല്ലേ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും ആ കിട്ടിയ സമയത്ത് ഇവരുടെ ഈ കളികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങളൊക്കെ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. ജേഡൻ മാത്രം ഒന്ന് ഡ്രസ്സ് മാറണം, ബാക്കി എല്ലാവരും ഒക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആമി, അന്ന, ജേഡൻ ഇവർ 3 പേരാണ് കളിക്കുന്നത്. അന്ന എന്ന് പറഞ്ഞ മോൾക്ക് അവൾക്കിപ്പോൾ 1.5 വയസ്സാവുന്നു. കുഞ്ഞു ഭാവിയാണ് അവൾ. അപ്പം ആമിക്കുട്ടിക്ക് അവളിങ്ങനെ ബേബി ഡോൾ പോലെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പം നമുക്കത് ഇറങ്ങാം. ഞാൻ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല വീഡിയോ, ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. ഇന്ന് നമ്മൾ വഴിയോരം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ഊണായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, അത് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ നല്ല കുശാലായിട്ട് കഴിച്ചു. ഇനി നമ്മൾ പതുക്കെ ആ ഡെസേർട്ട് സഫാരി നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ ഉള്ള കുറച്ച് കാഴ്ചകളും ഞാൻ കാണിക്കാം. I'm coming home. We stay up till morning and head out exploring, make up for months that we've missed. 'Cause the cold air is calling and my head's recalling the moment that I was convinced. We'll stay up till morning and head out exploring, make up for months that we've missed. 'Cause your lips are calling and my heart's recalling the way I could never resist. It's been so hard, but no, I wanted to stay. Caught us off guard, but there was no other way. Did you wait? 'Cause I've been counting the days and I'm calling up to say I'm coming home to you. I'm coming home to you. I'm coming home to you. And I know that it's hard to you, but I'm coming home to you. I'm coming home to you. I'm coming home to you. Jet planes in the night sky with you, getting high in the sunrise with you, getting through all the bad times with you. I wasn't missing a thing, no I do. And I wish that I could build a time machine, 'cause time moves on and now you're gone. Oh, if only I could build a time machine, I'd come and get you. I can't forget you. I miss you, I miss you, I miss you all the time. I wish that you were mine. I miss you, I miss you, I miss you all the time. I wish that you were mine.
wasn't missing a thing, no, I do. And I wish that I could build a time machine, 'cause time moves on. തന്നെ ഞാനേ ഇനി എടുക്കുന്നില്ല, കാരണം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ അങ്ങനെയൊക്കെയാ. പുള്ളി കൂളായിട്ട് എൻഎച്ചിൽ വണ്ടി ഓടിക്കുന്നവര്. അപ്പോൾ നമ്മളിതാ ഡെസേർട്ട് സഫാരി കഴിഞ്ഞു, ക്വാഡ് ബൈക്ക് ഓടിച്ചു, പിന്നെ ക്യാമലിൻ്റെ പുറത്തൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ രാത്രി ഇവിടെ ഒരു വിരുന്നൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ താഴെ എല്ലാം ഇരുന്ന്, മിക്കവർക്ക് അറിയുന്നുണ്ടാവും, ഇനിയിപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് ഞാൻ പറയാം കേട്ടോ. നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ കുഷ്യൻസൊക്കെ വെച്ചിട്ട് നമ്മൾ ഇരിക്കും. അപ്പം നമുക്ക് ഡിന്നർ അവിടെ നിന്നാണ്. ഇതൊരു പാക്കേജാണ്. നമ്മൾ സഫാരി, ക്വാഡ് ബൈക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്കേജ് നമുക്ക് കിട്ടും. ഭക്ഷണമൊക്കെ ഉൾപ്പെടെയാണ് ആ പാക്കേജ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവരിങ്ങനെ ഇവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ കാണിക്കും. ഇതിപ്പോൾ എന്തോ ഒരു ഫയർ ഷോ ഉണ്ടായിരുന്നു, പിന്നെ ബെല്ലി ഡാൻസ് ഉണ്ട്, പിന്നെ ഇവരുടെ തന്നെ എന്തൊക്കെയോ ഇവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ എന്തൊക്കെയോ ഡാൻസോ അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. നമുക്ക് നല്ലൊരു കാലാവസ്ഥയും കൂടിയായിരുന്നു. നമ്മൾ പോയ സമയത്ത് നല്ലൊരു കാറ്റും എന്നാൽ ഒത്തിരി തണുപ്പൊന്നും ഇല്ലാത്തൊരു സമയമൊക്കെ ആയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഫുഡൊന്നും പറയത്തക്ക നമുക്കങ്ങനെ ഒത്തിരി കഴിക്കാൻ പറ്റുന്ന ഫുഡൊന്നും അല്ല. ഞങ്ങളെല്ലാവരും ഫുഡ് വേസ്റ്റ് ആക്കാണ് ചെയ്തത്, വിഷമം തോന്നിയെങ്കിലും. കാരണം നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റാത്ത ഫുഡാണ്. ഉപ്പും മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഫുഡായിരുന്നു. ഇതിനകത്ത് ലാസ്റ്റ് നമുക്ക് സേമിയയുടെ ഒരു പായസം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പാലൊഴിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള സേമിയ. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഇതാ ഫയറിൻ്റെ ഒരു പരിപാടിയാട്ടോ. ഇതൊക്കെ നല്ല രസമായിട്ട് തോന്നി. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി ഇഷ്ടമായി ഉണ്ടായിരുന്നു ഈ ഒരു കാണിക്കുന്ന ഫയറിൻ്റെ ഒക്കെ. ഇവർക്കൊക്കെ അത്ഭുതമാണ്, ഇവർക്ക് ഇത് ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത് ഈ ഫയർ ഷോ ഒക്കെ. അപ്പോൾ നമുക്കിനി വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിൽ പോലും നമുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ കാണിക്കാം. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ വന്നു. കേക്ക് വന്ന് തുറന്നു കഴിഞ്ഞപ്പോഴാണ് അതിൽ മമ്മീന്ന് എഴുതിയിട്ടുള്ള MUM എന്നുള്ളത് മാഞ്ഞു പോയായിരുന്നു. അതിങ്ങനെ ആ ഒരു കവറിനകത്ത് അതിൻ്റെ ക്രീം അങ്ങ് മാഞ്ഞു പോയി, മൈന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിനകത്ത്, മമ്മീന്നുള്ളതില്ല. എന്താണെങ്കിലും ഇത് മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. മമ്മിയുടെ ബർത്ത്ഡേ സത്യത്തിൽ ഇന്നല്ല, മമ്മിയുടെ ബർത്ത്ഡേ മാർച്ചിലാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് ഞങ്ങളങ്ങ് സെലിബ്രേറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾക്ക് അനിയനെ മിസ് ചെയ്യുന്നുണ്ട്. അനിയനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ മാൾട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അവന് വരാൻ പറ്റിയില്ല. എന്നാലും ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. മമ്മിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കൂടെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് ലണ്ടനിലോട്ട് വന്നത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തതിൻ്റെ ഫോട്ടോസ് കുറച്ചുണ്ട്, അത് ഞാൻ ഇതിനൊപ്പം ഇടുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് അവസാനിക്കുകയാണ്. ഞാനിനി നമ്മൾ കുറച്ചും കൂടെ നമുക്ക് 2 പാർട്ടായിട്ടും കൂടെ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ പതുക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു ഹോളിഡേയും കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് രാത്രിയൊക്കെ കിടക്കുമ്പോൾ 2 മണി 2:30 ആയിരുന്നു കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ, കളിയും ചിരിയൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ ദാമിയും അച്ചും കൂടെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ലീമുണ്ട്. ഇവർ 3 പേരുടെയും കുറച്ച് കളിയും തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ഇതിൻ്റെ പുറകെ ഞങ്ങൾ പോയിട്ടുള്ള ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ഈ ക്വാഡ് ബൈക്കിങ്ങിനും ഡെസേർട്ട് സഫാരിയിലൊക്കെ പോയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ പുറകെ ആഡ് ചെയ്യാം. കാരണം ഞങ്ങൾ വീഡിയോസിനേക്കാളും കൂടുതൽ ഫോട്ടോസാണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാര്യമായിട്ടൊന്നുമില്ല, പറ്റുന്ന പോലെ ഞാൻ ക്ലബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.